എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഗോബി മഞ്ചൂരിയൻ എങ്ങനെയാണ് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ വല്ലാത്തൊരു അവസ്ഥയിലൂടെയായിരുന്നു നമ്മുടെ കേരളം കടന്നു പോയത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് പതിയെ എല്ലാവരും റിക്കവറായി വരുന്നുണ്ട്. അപ്പം നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും സേഫാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ കാണിക്കുന്ന ഒരു റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ ഇതിന് മുൻപ് ഒരു പാർട്ടി മെനു ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഗോബി മഞ്ചൂരിയൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസിയാണ് തയ്യാറാക്കി എടുക്കാൻ. ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർ തീർച്ചയായിട്ടും ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മളിവിടെ ഒരു വലിയൊരു കോളിഫ്ലവറിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കോളിഫ്ലവറൊക്കെ മേടിക്കുമ്പോൾ അതിൽ പുഴുക്കളും അതുപോലെ തന്നെ കീടനാശിനിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിലെ പുഴുക്കളും അതുപോലെ തന്നെ കീടനാശിനിയൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ കുറച്ച് എണ്ണയിൽ നമുക്ക് ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 വേവ് വരെ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെന്ത് പോകരുത്. വെന്ത് പോകുകയാണെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഗോബി മഞ്ചൂരിയന് പ്രത്യേക ഒരു സോഫ്റ്റ്നെസ്സും ടേസ്റ്റുമാണ്. പിന്നെ ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കോൺഫ്ലവർ നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര അളവിൽ തന്നെ ഗോതമ്പ് പൊടിയോ മൈദയോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് കൂടാതെ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗോബി മഞ്ചൂരിയനിൽ നമ്മൾ മൈദയൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. വെജിറ്റേറിയൻസിനാണെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കണമെന്ന് ഇല്ല. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സോയാ സോസിൽ ഉപ്പുണ്ടാകും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു തിക്കായിട്ടുള്ള ഒരു ബാറ്ററാക്കി നമുക്ക് മാറ്റാം. ഒരുപാട് വെള്ളം കൂടി പോകരുത്, അതുപോലെ തന്നെ ഒരുപാട് കട്ടിയാകരുത്. അപ്പോൾ ഇച്ചിരി കട്ടിയിൽ വേണം ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് ഒരു 3/4 വേവ് ആക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കോളിഫ്ലവർ ഒരുപാട് വെന്ത് പോകരുത്, പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പതിയെ തന്നെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതെടുക്കാം. ഇനി ഇതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോരോ കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുക്കരുത്, ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കുമ്പോൾ കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴാണ് ഈ ഒരു ഗോബി മഞ്ചൂരിയന് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മളിത് ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, 3-4 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ അതുപോലെ സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ള ഭാഗവും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ പച്ച ഭാഗം ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച്, ബാക്കി നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചതുര കഷ്ണങ്ങളാക്കിയതാണ്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല കൂടിയ തീയിലിട്ടിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഗോബി മഞ്ചൂരിയനൊക്കെ ചെയ്യുമ്പോൾ നല്ല തീ കൂട്ടിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്കൊരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മളിതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇത് ലൈറ്റ് ആയിട്ടുള്ള സോയ സോസ് ആണ്. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ ഡാർക്ക് സോയ സോസ് ആണെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തീ നന്നായിട്ട് കൂട്ടി തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചില്ലി സോസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിവിടെ റെഡ് ചില്ലി സോസാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് രണ്ടും ഏകദേശം സെയിം ആണ്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു ഗോബി മഞ്ചൂരിയനിൽ നമ്മൾ ഇഞ്ചി ചേർക്കില്ല, വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഇനി ഒരു 3/4 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈ ഒരു ഗ്രേവി ഒരു നല്ല തിക്ക് പേസ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്ക് പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴും തീ കൂടി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നതിൻ്റെ ട്രിക്കെന്ന് പറയുന്നത് നമ്മുടെ ഗോബി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴാണ് ഈ ഒരു ഗോബി മഞ്ചൂരിയന് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ഗോബി മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്